വരുന്നതിനാണ് മാർക്കുള്ളത്. മനസ്സിലായില്ലേ? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് വേദനിക്കുന്നത്? ഇപ്പം നമുക്കൊരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കന്മാർക്ക് സ്വാഭാവികമായിട്ടുള്ള ചില ഭാരങ്ങളുണ്ട്, അല്ലേ? ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസമൊക്കെ ഇരിക്കും. അപ്പോൾ അത് എക്സ്ട്രാ മറ്റു കുഞ്ഞുങ്ങൾക്കില്ലാത്ത ഒരു 1000 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനൊക്കെ അത് വരത്തുള്ളൂ. അപ്പോൾ അത് എക്സ്ട്രായാണ്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വേദന എന്ന് പറയുന്നത്, എക്സ്ട്രാ വരണത്. ഇപ്പം നിങ്ങൾ മര്യാദക്കൊക്കെ ജീവിക്കുന്നു. ഞാനിന്നെ കുഞ്ഞുനാളിൽ ചിലർ പറയും, ഞാൻ കുഞ്ഞുനാളും മുതലൊക്കെ ദൈവത്തെ ഒപ്പിച്ച് പള്ളിയൊക്കെ പ്രാർത്ഥനയൊക്കെ ജീവിക്കുകയാണ്, പക്ഷേ എനിക്കിത് വന്നല്ല എന്ന് അങ്ങനെ പറയും. ഞാനൊരു മദ്യപാനത്തിനും ഞാനൊരു പുകവലിക്കും ഇല്ല, എന്നാലും എനിക്ക് ഫാറ്റ് ലിവർ വന്നല്ല എന്ന് പറയത്തില്ലേ ആൾക്കാർ, പറയത്തില്ലേ അങ്ങനെ? അതായത് ഇതൊക്കെ മദ്യപാനികൾക്ക് വന്ന രോഗമാണ്, ഞാൻ ഇതൊന്നും ഇല്ല എന്നിട്ട് എനിക്ക് എക്സ്ട്രാ ഒന്നല്ല. എക്സ്ട്രാ വരുന്നതാണ് നമുക്ക് റീഡിങ് ആയിട്ടുള്ളത്, കർത്താവിന് സമർപ്പിക്കാൻ പറ്റുന്ന അതാണ്. അതെന്ത് ചെയ്യുക വെച്ചാൽ, നിൻ്റെ ഉത്തരവാദിത്തം അല്ലാതെ തന്നെ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എക്സ്ട്രാ വേദനകൾ വരും. അപ്പോൾ ബുദ്ധിയും ബോധവും ഉള്ള വിശ്വാസികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, എക്സ്ട്രാ വരുന്ന സംഭവം എന്ത് ചെയ്യും? അത് കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കാനായി ഉപയോഗിക്കും. മനസ്സിലായില്ലേ? നമ്മുടെയൊക്കെ ഒരു ഗുണം അതാണ്. ഇപ്പം ഞാനൊക്കെ എനിക്ക് കിഡ്നിയുടെ അസുഖമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനെന്ത് കർത്താവിൻ്റെ പേരല്ലേ ചെയ്യണത്? 24 മണിക്കൂറും കർത്താവിൻ്റെ പേരെ ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ വേറെ എക്സ്ട്രാക്കൊന്നും വേറെ ഒരു ലിഷറിനൊന്നും പോകത്തില്ല. എവിടെയെങ്കിലുമൊക്കെ പോയാലും പിറ്റേ ദിവസം അപ്പം തന്നെ എൻ്റെ ജോലി ശുശ്രൂഷ കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലെത്തും. ഇപ്പം ഞാൻ അങ്ങനെ അമ്യൂസ്മെൻറ്റിനൊന്നും ഇല്ല. പക്ഷേ എനിക്കിങ്ങനെ ഡിസീസ് വന്നില്ലേ? അപ്പോൾ എന്നിട്ട് ഞാനിതിനെക്കുറിച്ച് യേശുവിൻ്റെ കംപ്ലയിൻറ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ലല്ലോ. മാസത്തിൽ ഒരു 3 പ്രാവശ്യം നീർക്കെട്ടൽ വരും, ശ്വാസം മുട്ടലും വലിവും ചുമയൊക്കെ വരും, കഫമൊക്കെ കെട്ടലുണ്ടാകും. നീർക്കെട്ടലിങ്ങനെ ബോഡി വേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പതിരെ പിടിക്കും, ശ്വാസകോശത്തെ ബ്ലോക്ക് ചെയ്യും, പിന്നെ അത് പനിയായിട്ട് മാറും. അപ്പോൾ ഒരു സ്വസ്ഥത നമുക്കുണ്ടാകത്തില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മൾ ദൈവത്തോട് യുദ്ധത്തിന് പോകത്തില്ല. എന്താ കാര്യം? ഇത് എക്സ്ട്രാ നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അതായത് നമ്മൾക്ക് ഈ വേദന ആൾക്കാർ പെറുപിറുക്കണത്, ഇപ്പം ബൈബിളിലൊരു പെറുപിറുപ്പില്ലേ? എന്താ പറയണത്? ഞങ്ങൾ 11-ാം മണിക്കൂറിൽ വന്ന അവരെ, ഞങ്ങൾ 1-ാം മണിക്കൂറിൽ വന്ന ഞങ്ങളുമായിട്ട് അവരെ നിങ്ങൾ താരതമ്യപ്പെടുത്തിയല്ലോ എന്നും പറഞ്ഞ് പെറുപിറുക്കും. അപ്പോൾ എക്സ്ട്രാ ഇവർ എക്സ്ട്രാ ചെയ്തെന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ ജോലിയിൽ, രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ 12 മണിക്കൂർ ജോലിയിൽ അവസാനം വന്നൊരു 1 മണിക്കൂറാണ് ജോലി ചെയ്തത്. പകലിൻ്റെ മുഴുവൻ ചൂടും വെയിലും കൊണ്ട് ഞങ്ങളെ അവരോട് താരതമ്യപ്പെടുത്തിയല്ലോ എന്ന് പെറുപിറുക്കും. ഇത് എക്സ്ട്രായാണ്. അവർക്ക് ജ്ഞാനമില്ലാത്തത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. ദൈവം അറിയാതെ ഒരു എക്സ്ട്രായും സംഭവിക്കത്തില്ല. ഇപ്പം നിൻ്റെ നാത്തുവിനേക്കാളും നിൻ്റെ അനിയത്തേക്കാളും നിൻ്റെ ചാച്ചനേക്കാളും നിൻ്റെ ചേച്ചിയേക്കാളും ഒക്കെ നിനക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കർത്താവിനേക്ക് വരവെക്കാൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ലേ? അതെന്താണ്? അത് കർത്താവിൻ്റെ മരണത്തെ അവർ പ്രഖ്യാപിച്ചുകൊണ്ട്, ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടിയുള്ള നിത്യതയ്ക്ക് വേണ്ടിയുള്ള അച്ചാരങ്ങൾ നിന്നോടും, അച്ചാരം മാത്രമല്ല അതിന് മുതലടയാനുള്ളത് കൂടി നിന്നോട് വാങ്ങിക്കുകയാണ്. അത് ബോധത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരേണ്ടതാണത്. അത് നിനക്കത് കിട്ടാത്തത് കൊണ്ടാണ് എന്നിലൂടെ ഇപ്പോൾ കർത്താവ് നിന്നോട് സംസാരിക്കുന്നത്. ഇപ്പം നിൻ്റെ എക്സ്ട്രാ വേദനകൾക്കെല്ലാം ഇതുകൊണ്ട് പരിഹാരമാകണം. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവം.